السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله الحي القيوم سبحان الجبروت والملكوت والكبرياء والعظمة وأشهد أن محمدا عبده ورسوله أرسله الله بين يدي بشيرا ونذيرا بين يدي الساعة بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أعطاه الله اليقين وصلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه إلى يوم الدين ثم أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയനിറഞ്ഞ മുസ്ലിം സഹോദരീ സഹോദരങ്ങളെ, ഇനി ഒരല്പസമയം നമ്മൾ സംസാരിക്കുന്നത് അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം എന്ന വിഷയത്തെ അധികരിച്ചാണ്. മൗഖിഫുൽ മുസ്ലിം അനിൽ ഇഖ്തിലാഫ്. കേരളക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അഭിപ്രായ വ്യത്യാസം. കുറച്ചു കാലങ്ങളായി ജാലിയാത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ള നിലയിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, മറ്റ് ഭാഷയിലുള്ള ആളുകൾ എന്തെങ്കിലും ചില പ്രത്യേക കോണിലൂടെ തന്നെ കാണാതെ ബംഗ്ലാദായിയുടെ ക്ലാസ്സിന് ധാരാളം ബംഗ്ല ആളുകൾ പങ്കെടുക്കും. തമിഴ് ക്ലാസ് എടുക്കുന്ന ആ ക്ലാസ്സിന് ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ മലയാളത്തിൽ ഒരാൾ എത്ര നല്ല പ്രഭാഷണം നടത്തിയാലും അതിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് പറയാൻ കഴിയും. കാരണം ആ ക്ലാസ്സിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അയാള് ഏത് ചിന്താധാരക്കാരനാണ്, അയാൾ ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണ്, അയാളുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം ആ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്ത് ശേഷം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പേര് ചോദിച്ചതിന് ശേഷം കൊടിയുടെ നിറയം പ്രസ്ഥാനത്തിന്റെ ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് പൊതുവെ ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികൾ ഏകദേശം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം അല്പം മുമ്പ് വരെ ഒരൊറ്റ കെട്ടായി ഏകോദര സഹോദരങ്ങളെ പോലെ ഒറ്റ അഭിപ്രായത്തിന്റെ ഉടമകളായിരുന്നു. കാനന്നാസു ഉമ്മതൻ വാഹിദ
ജനങ്ങളെല്ലാം ഒരൊറ്റ സമൂഹമായിരുന്നു. പക്ഷേ ഫഖ്തലഫൂ, കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇടയിൽ 10 തലമുറകളാണ് കഴിഞ്ഞു പോയത്. അങ്ങനെ ഏകദേശം 10 തലമുറയായപ്പോഴേക്കും സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിദ്യ, ശറഈ, മതപരമായ അറിവ് നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ അറിവില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായി, ഇബ്ലീസിന്റെ പ്രവർത്തന ഫലമായി ശിർക്ക് സമൂഹത്തിൽ കടന്നുകൂടി. അങ്ങനെ ജനങ്ങൾ വ്യത്യസ്ത ചിന്താഗതിക്കാരായി. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളും വദ്ദിനെയും സുവാനെയും യഹൂസിനെയും യഹൂക്കിനെയും നസറിനെയും ആരാധിക്കുന്ന, അവർക്ക് നേർച്ച ചെയ്യുന്ന ആളുകളും ഉണ്ടായപ്പോ വീണ്ടും സമൂഹത്തെ ഒറ്റക്കെട്ടായി, ഒരൊറ്റ സമൂഹമായി ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു അംബിയ മുർസലീങ്ങളെ നിയോഗിക്കുകയുണ്ടായി. ഓരോ പ്രവാചകന്മാരും ഈ രൂപത്തിലാണ് വരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഹാദി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. ഇതാണ് അള്ളാഹു മനുഷ്യരിൽ ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ സമൂഹം, ഒരൊറ്റ ആരാധ്യൻ. ഇന്ന ഹാദിഹി ഉമ്മത്തുകും, തീർച്ചയായും നിങ്ങളുടെ ഈ സമൂഹം ഉമ്മത്തുൻ വാഹിദ, ഒരൊറ്റ സമൂഹമാണ്. വഅന റബ്ബുകും ഫഅബ്ദൂൻ, നിങ്ങളുടെ എല്ലാവരുടെയും ആരാധ്യൻ, ഇലാഹ് ഞാൻ ഒരുത്തൻ മാത്രമാകുന്നു. പക്ഷെ സമൂഹത്തിൽ വിദ്യ നഷ്ടപ്പെടുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജനങ്ങളെ ഏകോപിക്കുവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാക്കി ഒരൊറ്റ ആശയത്തിലേക്ക്, എല്ലാവരുടെയും ആരാധ്യൻ റബ്ബ് മാത്രമാണ് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു പ്രവാചകരായി നിയോഗിക്കപ്പെട്ടത്. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അങ്ങനെ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അതിനു മുമ്പ് മക്കയിൽ ഉണ്ടായിരുന്ന അവസ്ഥ, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, പരസ്പരം കടിച്ചു കീറുന്ന വ്യത്യസ്ത ചിന്താഗതിക്കാരായ നരകക്കുഴിയുടെ വക്കിലേക്ക് എത്തിയിരുന്ന സമൂഹത്തെ വിശുദ്ധ ഖുർആൻ കൊണ്ട്, തൗഹീദ് കൊണ്ട് ഒരൊറ്റ സഹോദരന്മാരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി ചെയ്ത പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്ന് അൽ മുആഖാത്തു ബൈനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളെയും അൻസാരികളെയും ഒരൊറ്റ സഹോദരന്മാരെ പോലെ ആക്കി തീർക്കലാണ് ചെയ്തത്. ഈ ഒരു ഐക്യചിന്ത ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. മാത്രമല്ല, സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് വിശുദ്ധ ഖുർആൻ പല രൂപത്തിൽ ഉണർത്തിയുണ്ടായി. വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്നും വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എല്ലാവരും ഒരു ഐക്യത്തോടുകൂടി മുസ്ലിം സമൂഹം ഒരൊറ്റ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകണം. വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുക്കും, നിങ്ങൾ പരസ്പരം ഛിദ്രതയിൽ കഴിഞ്ഞുകൂടാൻ പാടില്ല. അഭിപ്രായ അനൈക്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായി പോയാൽ ഫതഫ്ശലൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വലാ തഖ്തലിഫൂ ഫഇന്ന മൻ കാന ഖബ്ലകും ഇഖ്തലഫൂ ഫഹലകൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ ഭിന്നിച്ചു പോവുകയും അത് കാരണത്താൽ അവർ നശിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന എന്തിനാ? വഇന്ന റബ്ബകും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഏകനാകുന്നു. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തുൻ വാഹിദ, ഈ ഒരു സമൂഹം ഒരൊറ്റ സമൂഹമാക്കാൻ, ഒരൊറ്റ ഐക്യ സമൂഹമാക്കാൻ വേണ്ടിയായിരുന്നു.
അങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇറങ്ങി മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്ന്. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഈ സമൂഹത്തിൽ അഭിപ്രായ അനൈക്യങ്ങൾ ഉണ്ടാകുകയും വിവിധ ചിന്താധാരകൾ ഉണ്ടാകുകയും നരകത്തിലേക്ക് പോകുന്ന വിവിധ തരത്തിലുള്ള കക്ഷികൾ ഉടലെടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ബനി ഇസ്രാഈല ഇഫ്തറഖ അലാ 71 ഫിറഖ, തീർച്ചയായും ബനു ഇസ്രായേൽ സമൂഹം 71 വിഭാഗമായി ഭിന്നിച്ചു പോയി. ഈ സമൂഹമാകട്ടെ സതഫ്തരിഖു അലാ 72 ഫിറഖ, 72 ഭാഗമായി ഭിന്നിക്കുക തന്നെ ചെയ്യും. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴിച്ച് സർവമാന കക്ഷികളും നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി വഹിയൽ ജമാഅ, അഹ്ലുസ് സുന്ന വൽ ജമാഅയാകുന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് ഇസ്ലാമിന്റെ സന്ദേശം ഒരൊറ്റ ആരാധ്യനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ഐക്യത്തോടുകൂടി ഒരൊറ്റ സമൂഹമായി പോകാനാണ്. പക്ഷേ അതൊരിക്കലും സംഭവിക്കുകയില്ല. മറിച്ച് മുസ്ലിങ്ങൾ ഭിന്നിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞു. സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ സ്വഹാബിമാർക്കിടയിലല്ല, മറിച്ച് സ്വഹാബിമാരല്ലാത്ത ആളുകൾക്കിടയിൽ, പിൽക്കാലക്കാർക്കിടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നുകൂടി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹത്തോട് ഉംറക്കോ ഹജ്ജിനോ വേണ്ടി വന്ന 2 ആളുകൾ അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഷാമിലുണ്ടായിരുന്ന ഒരു പുതിയ ചിന്താധാരയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഖദരിയ പ്രസ്ഥാനം ഉടലെടുത്തു. എന്താ അവരുടെ ചിന്താഗതി? അള്ളാഹു മുൻകൂട്ടി അള്ളാഹുവിന് ഖദാ ഖദർ നിശ്ചയിച്ചിട്ടില്ല. അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അൽ ഈമാനു ബിൽ ഖദ്രി ബിഖദാഇല്ലാഹി വഖദ്രിഹി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അള്ളാഹുവിന്റെ ഖദാ ഖദർ, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൽ നിന്നാകുന്നു. പക്ഷെ ആ വിഭാഗം കക്ഷി പറഞ്ഞത് അള്ളാഹു അങ്ങനെ മുൻകൂട്ടി ഖദാ ഖദർ ഒരുക്കി വെച്ചിട്ടില്ല. അതിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് തീവ്രത കൂടിയ ആ വിഭാഗത്തിന്റെ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അള്ളാഹുവിന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നുള്ളൂ. മുൻകൂട്ടി അള്ളാഹുവിന് അതിനെക്കുറിച്ച് അറിവേ ഇല്ല എന്ന രൂപത്തിൽ അതിതീവ്രമായ പിഴച്ച ചിന്താധാരയുണ്ടായി പിൽക്കാലത്ത്. അതേപോലെ തന്നെ പിൽക്കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ സ്വഹാബിമാർക്കിടയിലല്ല ഒരു പിഴച്ച ചിന്താധാരയുണ്ടായ ഖവാരിജിയാക്കൾ വളരെ പിഴച്ച കക്ഷിയായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുമായി നെഹ്റുവാനിൽ വെച്ച് യുദ്ധം ചെയ്യുകയും ബഹുഭൂരിപക്ഷം ആളുകളെയും കൊന്നൊടുക്കുകയും ചെയ്തു. പിന്നെ കുറെ കാലങ്ങൾ, വർഷങ്ങൾ കഴിയുന്തോറും, നൂറ്റാണ്ടുകൾ കഴിയുന്തോറും പുതിയ ചിന്താഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഗ്രീക്കിൽ നിന്നും തത്വജ്ഞാനം, ഫിലോസഫി അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ ക്രൈസ്തവ സമൂഹം ഒഴിവാക്കിയിരുന്ന തത്വചിന്ത അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്ത പല ആളുകളും അത് കടമെടുക്കുകയും അവർക്ക് നല്ലതായി തോന്നുകയും ഖുർആനും സുന്നത്തിന്റെയും ഭാഗങ്ങൾ ഒരു ഭാഗത്ത് അവിടെ വെച്ച് ഈ ഫിലോസഫി ഇസ്ലാമിലേക്ക് തിരികെ കയറ്റുകയും അങ്ങനെ പിഴച്ച കുറെ ചിന്താധാരകൾ ഉണ്ടായി. സൂഫിസം അങ്ങനെ ഉടലെടുത്തു. മുഅ്തസിലിയ ചിന്താഗതി അഥവാ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം പ്രമാണങ്ങൾ ബുദ്ധിക്ക് അനുസരിച്ചല്ലാത്ത പ്രമാണങ്ങൾ സ്വീകാര്യോഗ്യമല്ല എന്ന പിഴച്ച കക്ഷികളായ മുഅ്തസിലി ചിന്താഗതിയിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിച്ചു. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ അന്ത്യനാളിലേക്ക് അടുക്കും തോറും, നുബുവത്തിൽ നിന്നും പ്രവാചകത്തിൽ നിന്നും അകലും തോറും പുതിയ പുതിയ കക്ഷികളും ചിന്താധാരകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇന്ന് നോക്കുക, കേരളത്തിനകത്തും പുറത്തും ലോകത്താകമാനം മുസ്ലിങ്ങൾ എന്തെല്ലാം വിഷയത്തിൽ പിഴച്ചിരിക്കുന്നു. മദ്ഹബുകൾ ഉണ്ടായി, അഖീദപരമായ ചിന്താധാരകൾ ഉണ്ടായി, ധാരാളം പിഴച്ച കക്ഷികൾ ഉണ്ടായി. ഇവിടെ പല ആളുകൾക്കും വന്നിരിക്കുന്ന ഒരു അബദ്ധം, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഒരൊറ്റ കോണിലൂടെ മാത്രം കാണുകയും ആ അഭിപ്രായ വ്യത്യാസത്തിന് ഒരൊറ്റ സീൽ മാത്രം ചാർത്തുകയും
എന്നിട്ട് ഒന്നുകിൽ സർവ്വതും പിഴച്ച കക്ഷിയാണ്, ചിന്താധാരയാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന വസ്തുത മനസ്സിലാക്കേണ്ടത്. നമുക്ക് നുബുവത്തിലേക്ക്, പ്രവാചകനിലേക്ക് തന്നെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിമാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തുനിന്നും രണ്ട് രൂപത്തിലാണ് സമീപനങ്ങൾ ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മെലിഞ്ഞ ഒരു സഹാബിയായിരുന്നു. ഹിജ്റ 32 അദ്ദേഹം വഫാത്താകുന്ന. സഹായിമാരുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കൽ ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. പ്രവാചകൻ 70ഓളം സൂറത്തുകൾ നേരിട്ട് കേട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പഠിച്ച രൂപത്തിലല്ല ആ സഹാബി ഓതിയിരുന്നത്. ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഓത്തിൽ അഭിപ്രായ വ്യത്യാസം, രണ്ടഭിപ്രായം. ഞാൻ പഠിച്ച പോലെയല്ല അദ്ദേഹം ഓതുന്നത് എന്ന പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കിലാകുമാ മുഹ്സിനുൻ, നിങ്ങൾ രണ്ടുപേരും നല്ലവർ തന്നെ, നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം ശരി തന്നെ. ഇങ്ങനെ ഓതിയാലും ശരിയാണ്, അല്ല മറ്റേ ആൾ ഓതി, രണ്ടും ശരി തന്നെ എന്ന് പറഞ്ഞു. അപ്പോ ഈ രണ്ട് രൂപത്തിലുള്ള വീക്ഷണത്തെയും അത് ശരിയാണ്, അതിന്റെ പേരിൽ നിങ്ങൾ പാർട്ടി ഉണ്ടാക്കണ്ട, അതിന്റെ പേരിൽ നിങ്ങൾ പിന്നെ തർക്കിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് പ്രവാചകന്റെ ഒരു സമീപനമാണ്. മറ്റൊരു സമീപനം നോക്കുക നിങ്ങൾ. ഹിജ്റ 5 ഈ അടുത്ത പ്രദേശത്ത് ഖന്തക്കിൽ വെച്ച് യുദ്ധമുണ്ടായത്. ഖന്തക് യുദ്ധം സംഭവിച്ചത്. ഖന്തക് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരും മദീനയിലേക്ക് മടങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പ്രവാചകനോട് ബനൂ ഖുറൈദയിലേക്ക് പോകാൻ. കാരണം അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തക് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ വഞ്ചിച്ച, ചതിച്ച ബനൂ ഖുറൈദക്കാരുമായി പ്രതികാരം തീർക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന വിവരം അറിയിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിന്റെ സമയമാണ്, സഹായിമാരോട് പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ ബനൂ ഖുറൈദയിൽ വെച്ചല്ല നമസ്കരിക്കാൻ പാടില്ല. ലാ യുസല്ലിയന്ന അഹദുൽ അസ്ർ ഇല്ലാ ഫീ ബനീ ഖുറൈദ. നിങ്ങൾ ബനൂ ഖുറൈദ ഗോത്രത്തിൽ വെച്ചല്ലാതെ അസ്ർ നമസ്കരിക്കാൻ പാടില്ല. പ്രവാചകന്റെ ഈ വാക്കാലുള്ള കൽപ്പന ചില സഹാബിമാര് ഒരു രൂപത്തിൽ മനസ്സിലാക്കി, മറ്റ് ചില സഹാബിമാര് മറ്റൊരു രൂപത്തിൽ മനസ്സിലാക്കി. ചില സഹാബിമാര് മനസ്സിലാക്കി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ബനൂ ഖുറൈദയിലേക്ക് എത്തണം എന്നാണ്, എത്രയും പെട്ടെന്ന് അവിടെ പോയി നമസ്കരിക്കണം, ബനൂ ഖുറൈദയിലേക്ക് സ്പീഡിൽ പോകണം എന്നാണ് പ്രവാചകനോട് ഉദ്ദേശിച്ചത് എന്നവർ മനസ്സിലാക്കി. അങ്ങനെ പെട്ടെന്ന് നടന്നു. എന്നാൽ മറ്റൊരു വിഭാഗം അവർക്ക് അസർ അതിൻ്റെതായ സമയത്ത് കിട്ടിയില്ല. അവർ പെട്ടെന്ന് നമസ്കരിച്ചു. അവര് നമസ്കരിച്ച് ബനൂ ഖുറൈദയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമസ്കരിച്ചു. എന്നിട്ട് ബനൂ ഖുറൈദ ഗോത്രത്തിലേക്ക് പോയി. എന്നാൽ രണ്ടാമത്തെ വിഭാഗം സഹായിമാര് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ, ബനൂ ഖുറൈദയിൽ വെച്ചല്ല നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് പാടില്ല തന്നെ, നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി അവിടെ ചെന്നിട്ടേ നമസ്കരിക്കുള്ളൂ. അവരങ്ങനെ തീരുമാനിച്ചു. അവർക്ക് അസർ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു. ബനൂ ഖുറൈദയിൽ എത്തിയതിന് ശേഷമേ അവർ നമസ്കരിച്ചുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് അഭിപ്രായങ്ങൾ എങ്ങനെ കണ്ടു? ആരെയും ആക്ഷേപിച്ചില്ല, ആരെയും എതിർത്തില്ല, രണ്ടും സ്വീകരിച്ചു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായ വ്യത്യാസത്തോട് സ്വീകരിച്ച ഒരു സമീപനമാണ് ഈ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ. ഇനി വേറെ രണ്ട് ഉദാഹരണങ്ങൾ നോക്കുക. സഹാബിമാർ തമ്മിൽ ചെറിയൊരു തർക്കം. എന്താ തർക്കം? ഖദാ ഖദറിന്റെ വിഷയത്തിലാണ്. വല്ലാത്തൊരു വിഷയമാണ്. ഓരോ വിഭാഗവും അവർക്കനുസരിച്ച് ആയത്തുകൾ ഇങ്ങനെ എടുക്കുന്നു, അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ രോഷം കൊണ്ടും കോപം കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നുപോയി. ഏതുപോലെയാണ്? ഒരു ഉറുമാൻ പഴം
കീറിക്കഴിഞ്ഞാൽ അതിന്റെ ചുവപ്പ് എത്രമാത്രം കാഠിന്യമായിരിക്കുമോ അതുപോലെ ദേഷ്യത്താൽ പ്രവാചകന്റെ മുഖം ചുവന്നു പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, മാലക്കും തദ്രിബൂന കിതാബല്ലാഹി ബഅദുകും ബഅദുഹു ബിബഅദ്, നിങ്ങൾ ഖുർആൻ എടുത്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണോ? ബിഹാദാ ഹലക മൻ കാന ഖബ്ലകും, ഈ ഒരു തർക്കം കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവ്വ സമൂഹങ്ങൾ നശിച്ചു പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വളരെ രോക്ഷത്തോടുകൂടി വളരെ ദേഷ്യത്തോടുകൂടി അവർക്ക് മുന്നറിയിപ്പ് നൽകി. നേരത്തെ പറഞ്ഞ സമീപനാണ്. നിങ്ങൾ പറഞ്ഞതും ശരി തന്നെയാണ്, നിങ്ങളും പറഞ്ഞതും ശരി തന്നെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല. ഖദാ ഖദറിന്റെ വിഷയത്തിൽ, തർക്കിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ രണ്ടു കൂട്ടരും ഖുർആൻ ആയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചുകൊണ്ട് തർക്കിച്ചപ്പോ പ്രവാചകനോട് കോപിക്കുകയുണ്ടായി. ഒരു ഉദാഹരണം കൂടെ നബി സല്ലല്ലാഹു ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. മുറൈസി യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും വരുന്ന വഴിയിൽ ഒരു വെള്ള സ്ഥലത്ത് വെച്ച് ഒരു മുഹാജിറും ഒരു അൻസാരിയും ചെറിയൊരു അടി ഉണ്ടായി. മുഹാജിർ അൻസാരിയുടെ ബാക്ക് ഭാഗത്തൊരു അടി കൊടുത്തു. ഇത് കേട്ടപ്പോ അൻസാരി പറഞ്ഞു, ഫഖഅസ റജുലുൻ മിനൽ മുഹാജിരീൻ റജുലൻ മിനൽ അൻസാർ. അപ്പൊ അൻസാരി പറഞ്ഞു, യാ റജുൽ അൻസാർ, അൻസാരിങ്ങളെ ഓടിവരീൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട മുഹാജിർ പറഞ്ഞു, മുഹാജിരീങ്ങളെ ഓടി വരണം. രണ്ട് കക്ഷിയായി. ഈ അടുത്ത സെഷൻ എന്തായിരിക്കും? പിന്നീട് മുഹാജിരീങ്ങളുടെ പിന്നിൽ നിന്ന് മുഹാജിറുകൾ ഒരു സംഘമാകും, അൻസാരിയുടെ പിന്നിൽ നിന്ന് അൻസാരികൾ ഒരു സംഘമാകും. പിന്നീട് എന്താണ് അവിടെ നടക്കാൻ പോകുമെന്ന് അറിയാൻ കഴിയില്ല. രണ്ട് ഗ്രൂപ്പാകാൻ സാധ്യതയുള്ള വേളയിൽ, അവർ തമ്മിൽ കലഹിക്കാൻ സാധ്യതയുള്ള വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? മാ ബഅദൽ ജാഹിലിയ്യ, ഇതൊരു ജാഹിലിയ ഭാഷയാണല്ലോ, ജാഹിലിയ വിളിയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മുൻതിന, ഉപേക്ഷിക്കണം, നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രണ്ട് കക്ഷികളായി പിരിഞ്ഞ് പരസ്പരം പോരടിക്കാൻ പാടില്ല. ഇത് വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ 4 ഉദാഹരണങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 സമീപനം കാണാൻ കഴിയും. ചില വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴപ്പമില്ല, പ്രശ്നമില്ലാത്ത അംഗീകരിച്ചതുപോലെ അതിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിന്റെ പേരിൽ ഒരു കക്ഷി ഉണ്ടാക്കാനും അതിനു വേണ്ടി ഒരു കൊടി ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. എന്നാൽ ചില വിഷയങ്ങളിലായപ്പോ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഇടപെടുകയുണ്ടായി. സഹാബിമാരെടുത്ത് നോക്ക്, ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും മസ്അലയിൽ, പല മസ്അലയിലും പല വിഷയങ്ങളിലും ആ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇന്ന അഭിപ്രായമാണ്, എന്നാൽ ആ അഭിപ്രായമല്ല, നേരെ വിരുദ്ധമായ അഭിപ്രായമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സഹാബിമാർക്ക് ധാരാളം വിഷയങ്ങൾ കാണാൻ കഴിയും. എന്നാലോ അതൊരു വലിയ പ്രശ്നമാക്കിയെടുക്കാതെ ചില വിഷയങ്ങളിൽ അഥവാ ചില വിഷയങ്ങളിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇടപെട്ടിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മകൻ, സുബൈർ ഇബ്നു അവാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മക്കയിൽ ഹിജാസും ദീർഘകാലം ഭരണം നടത്തിയ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ തലയിൽ കൈവച്ചുകൊണ്ട്, പടച്ചവനെ ഈ കുട്ടിക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഹിബ്റു ഹാദിഹിൽ ഉമ്മ, അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം? ആ അഭിപ്രായം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, ഒരു പ്രത്യേക രൂപത്തിലുള്ള വിവാഹം, മുത്അ വിവാഹം, അത് അനുവദനീയമായിരുന്നു എന്നൊരു വീക്ഷണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ ഭാഗം മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ കേൾക്കരുത് കേട്ടോ, ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഈ ഒരു വീക്ഷണം എന്തുകൊണ്ടാ വീക്ഷണം ഉണ്ടായി? ഒരു പക്ഷേ സഹായിമാർക്കിടയിൽ തന്നെ ചില ഹദീസുകൾ കിട്ടിയിട്ടില്ല, അതൊക്കെ വളരെ നീണ്ട വിഷയമാണ്. എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുത്അ വിവാഹം
ഒരു നിശ്ചിത തീയതി വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ വലിയോടുകൂടി മഹർ കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റും. അതിനാണ് മുത്ആ വിവാഹം എന്ന് പറയുന്നത്. ഷിയാക്കൾക്കിടയിൽ നിലവിലുള്ള വിവാഹം. യുദ്ധവും മറ്റു കാരണങ്ങളാലും ഇസ്ലാമിന്റെ ആരംഭ കാലങ്ങളിൽ അത് അനുവദനീയമായിരുന്നു. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് ഹലാലാണ്, അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കി. എന്നാൽ പിന്നീട് ഖൈബർ യുദ്ധത്തിലും തുടർന്നങ്ങോട്ട് മക്കം ഫതഹിന്റെ വേളയിലും അത് നിരോധിച്ചുകൊണ്ട്, മുത്ആ വിവാഹം നിരോധിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞ പുറപ്പെടുവിച്ചു. ഒരു പക്ഷേ ഈ ഹദീസുകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പോലും മുത്ആ വിവാഹം, ഈ വിവരം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അദ്ദേഹം അവരോട് പറഞ്ഞത്, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, ചില ആളുകൾക്ക് അവർക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാന കാലമായപ്പോ അന്ധത വന്നുപോയി. ത്വായിഫിലായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് വഫാത്തായതും അവിടെ തന്നെയാണ്. അതേപോലെ അവരുടെ ഹൃദയവും അന്ധത ബാധിച്ചു പോയോ? നിങ്ങളെങ്ങാനും ഇനി മുത്ആ വിവാഹം ചെയ്യുകയാണ് എങ്കിൽ ഇവിടത്തെ കല്ലെടുത്ത് റജ്മ നടത്തുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പൊ ആലോചിച്ച് നോക്കി, അവസാന കാലത്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചത് മുത്ആ വിവാഹം നിഷിദ്ധമായിരുന്നു എന്നാണ്. പക്ഷെ ഒരുപക്ഷെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കിട്ടാത്തത് കൊണ്ട് അത് അനുവദനീയമായിരുന്നു എന്നൊരു വീക്ഷണമാണ്. പക്ഷേ ഈ ഒരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഗൗരവമായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇടപെടുകയുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താകട്ടെ അല്ലെങ്കിൽ സ്വഹായിമാരുടെ കാലത്താകട്ടെ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിന് വലിയ ഗൗരവം കൊടുക്കാതിരിക്കുകയും, എന്നാൽ ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വളരെ ഗൗരവത്തോടും തീഷ്ണതയോടും തീവ്രതയോടും കൂടി അവർ ഇടപെടുകയും ചെയ്യുമായിരുന്നു. ഇനി എടുത്തു നോക്കുക, നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ഒരാള് നമസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതലും മറ്റൊരാൾ ബിസ്മി പതുക്കെ ഓതുകയും ചെയ്യുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരാൾ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുന്നു, ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ പറയുന്നു ഇല്ല, അത് തെറ്റാണ്, മഹാ അപരാധമാണെന്ന് പറയുന്നു. ഈ രണ്ട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഒരുപോലെയാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരാൾ നമസ്കാരത്തിൽ ബിസ്മി ഉറക്കി ഓതിയാൽ അയാൾ മില്ലത്തിൽ നിന്ന് പുറത്താണ്, അയാൾ ബിദ്അത്തിന്റെ ഉടമയാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ അതേപോലെയല്ല ഒരാൾ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതും ഖബറിലുള്ള വ്യക്തിക്ക് ആദരവർപ്പിച്ചുകൊണ്ട് നേർച്ച ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ഇത് രണ്ടും ഒരേപോലെ. പണ്ഡിതന്മാരെക്കാൾ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ആദ്യം ഫത്വ കൊടുക്കുന്നത് 3-4 CD കേട്ട പാമരന്മാരാണ്. പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. എല്ലാ വിഷയത്തിലും ഫത്വയും എല്ലാ വിഷയത്തിലും മറുപടിയും ആദ്യം മുന്നോട്ട് വരുന്നത്? ഒരു പക്ഷെ അറബി പോലും വേണ്ട രൂപത്തിൽ വായിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഫത്വ നേരെ സ്പീഡിൽ വരും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുപോലെ കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു പിഴവ് പിഴച്ചാൽ അയാൾ മില്ലത്തിൽ നിന്ന് പുറത്താണ്, അയാൾ മറ്റൊരു കക്ഷിത്വമായ തീവ്രമായ വെറുപ്പും വിദ്വേഷവും വേണം എന്ന് പറയുന്നു. അത് തീർത്തും തെറ്റാണ്. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസം 3 രൂപത്തിലാണ് ഉണ്ടാകുക. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, ഇഖ്തിലാഫു തനവ്വു എന്ന് പറയും. മറ്റൊന്ന് ഇഖ്തിലാഫു തളാദ്. എന്താണ് ഇഖ്തിലാഫു തനവ്വുഉം ഇഖ്തിലാഫു തളാദും? ഇഖ്തിലാഫു തനവ്വു എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളിലുള്ള വ്യത്യാസങ്ങളാണ്, ഇനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. രണ്ട് കൂട്ടർക്കും ചെയ്യാൻ ആധാരമുണ്ടാകും, തെളിവുണ്ടായിരിക്കും, അതിന് പ്രമാണമുണ്ടായിരിക്കും. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു പക്ഷെ വാക്കാലുള്ളതായിരിക്കും. ഉദാഹരണമായി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നേരത്തെ ഇവിടെ റഫീഖ് സലഫി സൂചിപ്പിച്ച പോലെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് പറയുന്ന സുദീർഘമായ ഹദീസിൽ
അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ എന്നുള്ള സ്ഥലത്ത് ചില റിപ്പോർട്ടുകളിൽ ളുൽമൻ കസീറൻ എന്നതിന് പകരം ളുൽമൻ കബീറൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, അയാൾ പാർട്ടിക്ക് പുറത്താക്കലും അല്ലെങ്കിൽ അയാൾ വേറെ കക്ഷിയാക്കലും അയാൾ പിഴച്ച കക്ഷിയാക്കലും പാടില്ല. കാരണം അങ്ങനെ ആധാരം വന്നിട്ടുണ്ട്, തെളിവ് വന്നിട്ടുണ്ട്. ഇനി ഒരാൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ എന്നാ പ്രാർത്ഥിക്കുന്നത്. അതോ അതും ശരിയാണ്, കാരണം അങ്ങനെയും പ്രമാണം വന്നിട്ടുണ്ട്. ഒരാൾ നമസ്കാരത്തിൽ ഓതുന്നു മാലികി യൗമിദ്ദീൻ, അത് ശരിയാണ്, കാരണം അത് സ്വീകാര്യോഗ്യമായ ഖിറാഅത്താണ്. എന്നാൽ മറ്റൊരാൾ ഓതുന്നത് മലികി യൗമിദ്ദീൻ, ഓ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ മത അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അയാൾ പഴച്ച ആളായി ചിത്രീകരിക്കാൻ പാടില്ല, അതിനും മലമുണ്ട്. അപ്പൊ തെളിവിൽ പ്രമമുണ്ട് എങ്കിൽ രണ്ട് രൂപത്തിലും വന്നാൽ നമസ്കാരത്തിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, രണ്ടാമത്തെ ഒരാൾ കൈ കെട്ടിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ ഒരാള് കൈ കെട്ടലും അല്ലാഹു അക്ബർ എന്ന് അല്ലാഹു അക്ബർ ആദ്യം പറഞ്ഞു ശേഷം കൈകെട്ടി, രണ്ടാമത്തെ ആള് ആദ്യം കൈകെട്ടിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ ആള് രണ്ടും ഒരുപോലെ ചെയ്തു. ഇത് മൂന്നും ശരിയാണ്. എന്തുകൊണ്ട് ശരി? അതിന് മൂന്നിനും പ്രമാണം വന്നിരിക്കുന്നു, തെളിവ് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അത് ചെയ്താലും ശരി ഇത് ചെയ്താലും ശരി, അവർക്ക് വേണമെങ്കിൽ എല്ലാ മതത്തിന്റെ ആഘോഷം അതിന് പങ്കെടുക്കാൻ വേണമെങ്കിൽ കൂട്ടുപ്രാർത്ഥന വേണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ നടത്താൻ പാടില്ല. ഈ രൂപത്തിലല്ല. പ്രമാണം വന്നിട്ടുണ്ടോ, തെളിവ് വന്നിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം സ്വീകരിക്കാം. ഒരാൾ നമസ്കാരത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, വജ്ജഹ്തു വജിയല്ലദി എന്ന പ്രാർത്ഥന. മറ്റൊരാൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ സുബ്ബൂഹൻ ഖദ്ദൂസ് എന്ന് മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വിവിധങ്ങളായി വന്ന പ്രാരംഭ പ്രാർത്ഥന അത് സ്വീകരിച്ചാൽ ഞാൻ പഠിച്ചത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ള ആളുകൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ പാടില്ല. കാരണം അതിനെല്ലാം പ്രമാണം വന്നിരിക്കുന്നു. മഹാനായ ഉലൈഫ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനാബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകൻ കുളിക്കുന്നത് രാത്രിയുടെ ആദ്യത്തിലാണോ അതല്ല രാത്രിയുടെ അവസാനത്തിലാണോ? ആയിഷ ബി പറഞ്ഞു അങ്ങനെയും ചെയ്യാറുണ്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫിൽ അംരി സഅ, അല്ലാഹുവിനാവുന്നു സർവ്വമാന സ്തുതിയും, അല്ലാഹുവിന് സ്തുതി. പിന്നീട് അദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കരിക്കാറുള്ളത് രാത്രിയുടെ ആദ്യത്തിലാണോ അതല്ല രാത്രിയുടെ അവസാനത്തിലാണോ? ആയിഷായി പറഞ്ഞു അങ്ങനെയും ചെയ്യാറുണ്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ വിഷയത്തിൽ ഒരു വിശാലത തന്നല്ലോ. തുടർന്നുള്ള ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നമസ്കരിക്കുമ്പോ ഉച്ചത്തിലാണോ ഓതാറുള്ളത് അതല്ല പതുക്കെയാണോ ഓതാറുള്ളത്? ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. ആയിഷായി പറഞ്ഞു ചിലപ്പോഴൊക്കെ ഒച്ചത്തിൽ ഓതും ചിലപ്പോഴൊക്കെ പതുക്കെയും ഓതും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ വിഷയത്തിൽ ഒരു വിശാലത തന്നല്ലോ എന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ വൈവിധ്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം അത് സ്വീകാര്യോഗ്യമാണ്. ഒരാൾ റുക്കൂയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, സുബ്ഹാൻ റബ്ബിയൽ അലീം എന്നാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റൊരാൾ മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകാര്യോഗ്യമായി വന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ രണ്ട് കൂട്ടരുടെയും ശരിയാണ്, തെറ്റല്ല. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫു തനവ്വു, ഇനങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട്
ഞാൻ പഠിച്ചത് മാത്രം, ഞാൻ എടുത്തത് മാത്രം, ഞാൻ സ്വീകരിച്ചത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് എന്ന് പറയാൻ പാടില്ല. ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ് ഉസൂലി പണ്ഡിതന്മാർ പറഞ്ഞത് കുല്ലു മുജ്തഹിദിൻ മുസീബ്. ഈ വിഷയത്തിൽ രണ്ട് സ്വീകരിച്ചാലും അവർക്കെല്ലാം പ്രതിഫലമാണ്, രണ്ടും ശരിയാണ് എന്ന് ഉസൂലി പണ്ഡിതന്മാര് പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ഒരു റുക്കൂയിൽ ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ മറ്റൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവന്റെ പ്രാർത്ഥന ഇകഴ്ത്താനും അതിനെ മോശമായി കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകാര്യോഗ്യമായി വന്നു എങ്കിൽ. ഇതാണ് ഇഖ്തിലാഫു തനവ്വു. രണ്ടാമത്തത് ഇഖ്തിലാഫു തളാദ്, വിരുദ്ധങ്ങളായ അഭിപ്രായം. തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഒരാൾ പറയുന്നതിന് നേരെ വിരുദ്ധമായിരിക്കും മറ്റൊരാളുടേത്. ഒരാൾ എന്താണോ പറയുന്നത് അതിന് നേരെ എതിരായിരിക്കും മറ്റൊരാൾ പറയുന്നത്. ഇതിനാണ് ഇഖ്തിലാഫു തളാദ് എന്ന് പറയുക, വിരുദ്ധങ്ങളായ അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം തന്നെ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയും തള്ളിക്കളയുകയും ആ അഭിപ്രായത്തിന്റെ ഉടമകളെ മാറ്റി നിർത്താൻ പാടില്ലാത്ത ഇഖ്തിലാഫ് അത്തളാദ് അസ്സായിർ എന്ന് പറയാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹു പറയുന്നു والمطلقات يتربصن بأنفسهن ثلاثة قروء. വിവാഹമോചിതരായ സ്ത്രീകൾ, മോചിതകളായ സ്ത്രീകൾ അവര് 3 ഖുറൂ കാത്തിരിക്കണം, ഇദ്ദയാചരിക്കണം. അടുത്ത പുനർവിവാഹം നടത്താൻ വേണ്ടി അവര് 3 ഖുറൂ കാത്തിരിക്കണം. ഖുർആൻ അതിന് ഉപയോഗിച്ചത് ഖുറൂ എന്ന വാക്കാണ്. ഖുറൂ എന്ന അറബി വാക്കിന് തീർത്തും വിരുദ്ധമായ 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ശുദ്ധികാലം, മറ്റൊന്ന് ഹൈൽ പീരീഡ്, മെൻസസ് പീരീഡ്. തീർത്തും വിരുദ്ധമായ അഭിപ്രായം. ഈ സന്ദർഭത്തിൽ ചില ഫുഖഹാക്കൾ പറഞ്ഞു, ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, വിവാഹമോചിതകളായ സ്ത്രീകൾ ഇദ്ദയായി അവർ കാത്തിരിക്കേണ്ടത് 3 അശുദ്ധി പീരീഡ് ആകുന്നു. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, 3 ശുദ്ധി പീരീഡ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, ഇതിനാണ് ഇഖ്തിലാഫു തളാദ്, വിരുദ്ധങ്ങളായ അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? അറബി ഭാഷയിൽ ഖർഅ് എന്നതിന് ശുദ്ധി പിരീഡും അല്ലെങ്കിൽ അശുദ്ധി പിരീഡും രണ്ടും അർത്ഥമുള്ളത് കൊണ്ട് ചില പണ്ഡിതന്മാർ ഒരഭിപ്രായവും മറ്റു ചില പണ്ഡിതന്മാർ മറ്റ് ചില അഭിപ്രായവും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതൻ ഗവേഷണം ചെയ്ത് മറ്റ് ആയത്തുകളുടെയും ഹദീസുകളുടെയും നുസൂസുകളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ച് അദ്ദേഹത്തിന് ശരിയായി തോന്നിയത് ശുദ്ധി പിരീഡ് എന്നാണ് എങ്കിൽ അയാൾക്ക് അത് സ്വീകരിക്കാം. അതിന്റെ പേരിൽ അയാൾ ആക്ഷേപിക്കാൻ പാടില്ല, അയാളെ മാറ്റി നിർത്താൻ പാടില്ല, അയാളെ ഒരു മോശം ചിന്താഗതിയോടുകൂടി കാണാൻ പാടില്ല. മറ്റൊരാൾ സ്വീകരിച്ച് അയാൾ ഗവേഷണം നടത്തി അയാൾ പഠിച്ചതിന് ശേഷം അയാൾക്ക് ലഭിച്ച് മറ്റൊരർത്ഥമാണ് എങ്കിൽ അതിന്റെ പേരിൽ അയാളെ തീർത്തും ഒറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടായിരിക്കുകയുള്ളൂ. 2 കൂട്ടരും പറഞ്ഞാൽ ശരിയാവില്ല, ശരി ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് ഇഖ്തിലാഫു തളാദിന്റെ വ്യത്യാസം. 2 കൂട്ടരിലും ശരി ഉണ്ടായിരിക്കുകയില്ല. ശരി ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്, ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത് മാത്രം. ഇഖ്തിലാഫു തളാദ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ധാരാളമായി കഴിയും. ഇഖ്തിലാഫു തളാദ്
അഭിപ്രായ മസായ ഇജ്തിഹാദി വിഷയങ്ങളിൽ ധാരാളമായി കാണാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കുക. ഈ ഇഅ്തിദാലിൽ, റുകൂ കഴിഞ്ഞ് ഇഅ്തിദാലിൽ കൈ കെട്ടുകയാണോ വേണ്ടത്, അതല്ല കൈ താഴ്ത്തിയിടുകയാണോ വേണ്ടത്? അതേപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണോ ആദ്യം കുത്തേണ്ടത്, അതല്ല കാൽമുട്ടാണോ കുത്തേണ്ടത്? ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്ന വേളയിൽ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളാണ് എങ്കിൽ ആ വേളയിൽ മഅ്മൂമ് ഫാത്തിഹ സൂറത്ത് ഓതണമോ വേണ്ടയോ? ഇങ്ങനെ കർമ്മശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ട് വീക്ഷണഗതികൾ ഉണ്ടാകും. തീർത്തും വ്യത്യസ്തങ്ങളായ വിരുദ്ധങ്ങളായ രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് മാത്രമേ ശരിയുണ്ടായിരിക്കുള്ളൂ. പക്ഷേ മറ്റു കൂട്ടം ആളുകൾ, മറ്റു പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത് അവർ ഇജ്തിഹാദ് ചെയ്ത് അവരുടെ കയ്യിൽ ഗവേഷണം നടത്തി അവർ മനസ്സിലാക്കിയത് വിരുദ്ധമായിരിക്കാം എന്നതുകൊണ്ട് തീർത്തും അവരെ ഒറ്റപ്പെടുത്താനോ അവരെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണാനോ പാടില്ല. ഒരു പക്ഷേ അയാളുടെ അടുക്കൽ ആ ഹദീസ് ലഭിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ ആ ലഭിച്ച ഹദീസ് അദ്ദേഹത്തിന്റെ അടുക്കൽ സ്വഹീഹായിരിക്കും, മറ്റൊരാളുടെ അടുക്കൽ ദഈഫായിരിക്കും. ഒരു പക്ഷേ ആ വിഷയം ദുർബലപ്പെട്ടു പോയിരിക്കും, എന്നാൽ അത് ദുർബലപ്പെട്ടു പോയി എന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരിക്കും. ഒരു പക്ഷേ ആ ഹദീസ് അദ്ദേഹം മറന്നുപോയിരിക്കും, എന്നാൽ മറ്റേ പണ്ഡിതൻ ആ ഹദീസ് മറന്നു കാണുകയില്ല. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. ആ ധാരാളം കാരണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് ചിന്താധാരകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് ഏറ്റവും ശരിയേത് ഖുർആനോടും സുന്നത്തിനോടും ശരിയായി തോന്നുന്നത് സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹ്. ഒരു വിധികർത്താവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വീക്ഷണം എത്തുകയും ഒരു വിഷയം എത്തുകയും എന്നിട്ട് അദ്ദേഹം അതിൽ ഗവേഷണം നടത്തി ഒരു തീരുമാനം പുറപ്പെടുവിക്കുകയും ചെയ്താൽ അയാൾ ശരിയാണ് പറഞ്ഞത് എങ്കിൽ അയാൾക്ക് രണ്ട് കൂലിയുണ്ടെന്നാണ്. ഇനി അയാൾ പറഞ്ഞത് ശരിയല്ലായിരുന്നു, അയാളുടെ ഗവേഷണം തെറ്റായിരുന്നു, എന്നാൽ അയാൾക്കും ഗവേഷണം നടത്തിയല്ലോ, സത്യം കണ്ടെത്താൻ വേണ്ടി, ശരിയേതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയാൾ ഗവേഷണം നടത്തിയല്ലോ, അതുകൊണ്ട് അയാൾക്കും ഒരു പ്രതിഫലമുണ്ട്, ഒരു കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഉലമാക്കന്മാർ പറഞ്ഞു, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ള വകവെച്ച് കൊടുക്കാവുന്ന ഇഖ്തിലാഫ് തലാദ്, അതിനോട് മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്, ഒരു പണ്ഡിതന്റെ അടുക്കലാണ് ഇങ്ങനെ വിഷയമെത്തിയതെങ്കിൽ അയാൾ പരിശോധിക്കുക ഖുർആനിൽ എന്താണ് തെളിവ്, ഹദീസിൽ എന്താണ് തെളിവ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതാണ് അന്ത്യനാൾ ഓർക്കുന്ന ആളുകൾക്ക് നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ പണ്ഡിതൻ ഖുർആൻ എടുത്ത് ഹദീസ് എടുത്ത് ഗവേഷണം നടത്തി അതിനുവേണ്ടി സമയവും പാണ്ഡിത്യവും ചെലവഴിച്ച് എന്നിട്ട് അയാൾക്ക് ഈ വീക്ഷണത്തിൽ ഏതാണ് ശരി എന്ന് തോന്നുന്നു അയാൾക്ക് സ്വീകരിക്കാം. എന്നാൽ ഒരു താലിബുൽ ഇൽം, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹവും ചെയ്യേണ്ടത് അദ്ദേഹത്തിന് മുമ്പിൽ ഇതേപോലുള്ള ആയത്തും ഹദീസുകളും എടുത്തു വെച്ച് ഗവേഷണം നടത്തി ശരിയേത് എന്ന് സ്വീകരിക്കലാണ്. എന്നാൽ ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, സാധാരണക്കാരെന്ത് ചെയ്യണം? ആ സാധാരണക്കാർ ഇത്തരത്തിലുള്ള ഇഖ്തിലാഫ് തലാദിൽ ചെയ്യേണ്ടത് തനിക്ക് പ്രിയപ്പെട്ട ശരിയാണെന്ന് തോന്നുന്ന ഏറ്റവും പാണ്ഡിത്യമുണ്ട് എന്ന് തനിക്ക് തോന്നുന്ന ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് പോയി ഈ വിഷയത്തിൽ, ഈ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ടല്ലോ, ഈ വീക്ഷണത്തിൽ ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും യോജിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചറിഞ്ഞ് അത് സ്വീകരിക്കലാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇന്ന മിത്ല ഹാദിഹിൽ മസായിൽ, തീർച്ചയായും അൽ ഇജ്തിഹാദിയ്യ, ഗവേഷണാത്മകമായ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ
ലാ തുൻകറു ബിൽ യദി, അത് കൈകൊണ്ട് എതിർക്കാൻ പാടില്ല. വലൈസ ലിഅഹദിൻ അൻ യുൽസിമ അന്നാസ ബിത്തിബാഇഹി ഫീഹാ, അതിൽപ്പെട്ട ഒരാൾക്കും തന്റെ ചിന്താഗതിയെ നിർബന്ധമായും മറ്റുള്ള ആളുകൾ പിന്തുടരണം എന്ന് നിർബന്ധിപ്പിക്കാൻ പാടില്ല. വലാകിൻ യതകല്ലമു ഫീഹി ബിൽ ഹുജസിൽ ഇൽമിയ്യ, പക്ഷേ അയാൾക്ക് താൻ ശരിയാണെന്ന് കണ്ട വിഷയം തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ഇൽമിയായ അടിസ്ഥാനത്തിൽ തെളിവുകളോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ. ഫമൻ തബയ്യന ലഹു സിഹത അഹദിൽ ഖൗലൈൻ, ഈ രണ്ടാം ഒരു അഭിപ്രായത്തിൽ ഏതാണ് ശരിയെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കത് പിൻപറ്റാൻ. വമൻ ഖല്ലദ അഹ്ലൽ ഖൗലിൽ ആഖിർ, എന്നാൽ മറ്റൊരു ചിന്താഗതിയാണ് പിന്തുടർന്നതെങ്കിൽ ഫലാ ഇൻകാര അലൈ, ആ വിഷയത്തിൽ അയാളെ തീർത്തും ഒറ്റപ്പെടുത്താനോ അയാളെ പിന്നെ ബഹിഷ്കരിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള ധാരാളം മസ്അലകൾ ഇത്തരത്തിലുള്ള ഇജ്തിഹാദി മസ്അലകളാണ്. ആ മസ്അലകളെ അടിസ്ഥാന വിഷയങ്ങളായി കണ്ട് ആ വിഷയത്തിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ തീർത്തും ഒറ്റപ്പെടുത്തുക എന്ന ശൈലി ശരിയല്ല. അതിനർത്ഥം രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണെന്നല്ല, മറിച്ച് ഒരു കൂട്ടരുടെ അടുത്തേ ഹക്കുള്ളൂ, ശരിയുള്ളൂ. പക്ഷെ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് സത്യം കണ്ടെത്താൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു കൂട്ടർ സത്യത്തിലെത്തി, മറ്റൊരു കൂട്ടത്തിൽ സത്യത്തിലെത്തിയില്ല. സത്യത്തിൽ എത്തിയ പണ്ഡിതന് 2 കൂലിയും, സത്യത്തിൽ എത്താത്ത പണ്ഡിതന് 1 പ്രതിഫലവുമാണ്. ഇതാണ് ഇഖ്തിലാഫ് അത്തളാദ് അസ്സായിർ. ആ ഇഖ്തിലാഫ് തളാദിനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. മറ്റൊരു തരം ഇഖ്തിലാഫ് കൂടിയുണ്ട്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അഭിപ്രായ വ്യത്യാസം. അത് ഒരു പണ്ഡിതനും അയാൾക്ക് ഒരു ആധാരവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിഞ്ഞു വളഞ്ഞ് ഒരു തെളിവ് കണ്ടെത്താൻ, എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ അയാൾക്ക് ഒരു പഴുതുമില്ല. എന്നിട്ടും അഭിപ്രായ വ്യത്യാസം, അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. ബിസ്മി നമസ്കാരത്തിൽ ഉറക്കെയുള്ള നമസ്കാരങ്ങളിൽ മഅ്മൂമ് ഫാത്തിഹ സൂറത്ത് ഓതണമോ വേണ്ടയോ? 2 കൂട്ടർക്കും ഒരു പക്ഷെ തെളിവുണ്ടായിരിക്കും, പക്ഷെ ഒരു കൂട്ടരുടെ തെളിവേ ശരിയായതുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇഖ്തിലാഫു തളാദ് ഒരിക്കലും മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത, എതിർക്കപ്പെടേണ്ട അഭിപ്രായ വ്യത്യാസത്തിൽ സത്യത്തിന്റെ കക്ഷിക്ക് മാത്രമേ തെളിവുള്ളൂ, അസത്യത്തിന്റെ കക്ഷിക്ക് ഒരു തെളിവുമില്ല. ഒരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു തെളിവും അവരുടെ കയ്യിൽ ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള സമീപനോട്, അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തോട് മൂന്നാമതൊരു ചിന്താഗതിയാണ് മുസ്ലിം കൈക്കൊള്ളേണ്ടത്. ഏതുപോലെ അഖീദാ വിഷയങ്ങളിൽ, വിശ്വാസപരമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ നിങ്ങൾ പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ്, കാരണം അതിന് ഒരു ചെറിയ ആയത്തുണ്ടല്ലോ എന്ന് പറയാൻ പാടില്ല. അവിടെ കടുത്ത നിലപാടെടുക്കണം. ഉസൂലി വിഷയങ്ങളിൽ, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അവിടെ ഒരിക്കലും നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഖലാഖതിൽപ്പെട്ട ആളുകൾ, അതിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിന് മുൻകൂട്ടി പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇങ്ങനെ യോഗം നടക്കണം എന്നുള്ളത് എപ്പോഴാണ്? ഇങ്ങനെ യോഗം നടന്നതിന് ശേഷമാണ്. വമ്പിച്ച അപരാധമാണ്, ഒരു മുസ്ലിമിന് പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് അവരോട് പറയാൻ പാടില്ല. ഇത് കുഫറിന്റെ വർത്തമാനമാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന വർത്തമാനമാണ്, ഇസ്ലാം മുർത്തദ്ദാകുന്ന വിഷയമാണ്, അള്ളാഹുവിന്റെ ആ ഉലൂഹിയത്തിനെ ചോദ്യം ചെയ്യുന്ന വിഷയമാണെന്ന് പറയാൻ കഴിയണം. അതാണ് ആ വിഷയത്തോട് നമ്മൾ നിലപാടെടുക്കേണ്ടത്. ഷിയാക്കൾപ്പെട്ട ആളുകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അധികാര അവകാശം ഉലൂഹിയത്ത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കൊടുക്കുന്നു. അടിസ്ഥാനപരമായി തെറ്റിപ്പോയിരിക്കുന്നു. അഖീദയുടെ വിഷയത്തിൽ, അഖീദയുടെ തന്നെ അടിസ്ഥാനപരമായ വിഷയത്തിൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു. അത് കുഫ്രിന്റെ വർത്തമാനമാണെന്ന് അവരോട് പറയണം. ഇങ്ങനെ അടിസ്ഥാനപരമായ വിഷയത്തിലാണ് അവർ തെറ്റിപ്പോകുന്നത് എങ്കിൽ അവർക്ക് ആ സത്യം അറിയിച്ചു കൊടുക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാകും. അതേപോലെ ജിബ്രിയാക്കൾ, ഖദരിയാക്കൾ ഖലാഖദറിന്റെ വിഷയത്തിൽ എന്ത് നിലപാടാണോ എടുത്തത് അതിന് നേരെ വിരുദ്ധമായ നിലപാടാണ് ജിബ്രിയാക്കൾ എടുത്തത്. അവർ പറഞ്ഞു മനുഷ്യന് ഒരു കഴിവുമില്ല, ഒരു തെറ്റ് ചെയ്യുന്നത് ഞാനല്ല തെറ്റിന്റെ ഉത്തരവാദി, അള്ളയാണ്. ഒരാൾ വ്യഭിചരിക്കുന്നുവെങ്കിൽ അയാൾക്കൊരു സ്വയം പോലെയാണ് മനുഷ്യന്
കാര്യം ചെയ്യുവാൻ ഒരു ഇഖ്തിയാർ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അവകാശമില്ല, മറിച്ച് അള്ളാഹു ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ദുൽമ കെട്ടിവെക്കുന്ന, അള്ളാഹു അക്രമിയാണെന്ന് വാദിക്കുന്ന ആ ആളുകൾ അടിസ്ഥാനപരമായി തെറ്റിപ്പോയിരിക്കുന്നു. അത് കുഫറിന്റെ സംസാരമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, കർമ്മശാസ്ത്ര വിഷയങ്ങളും ചില ആളുകൾ അടിസ്ഥാനപരമായി തെറ്റിപ്പോയി. റിബൽ ഫള്, റിബൽ നസിയ എന്ന് പറയുന്ന 2 രൂപത്തിലുള്ള പലിശയുണ്ട്. അതിൽ മുൻകാലക്കാരായ ചില ആളുകൾ റിബൽ നസിയ മാത്രമാണ് ഹറാമാക്കിയത്, റിബൽ ഫള് അവർ ഹറാമാക്കിയില്ല. എന്താ റിബൽ ഫളും റിബൽ നസിയയും? 10 ഗ്രാം സ്വർണം കൊടുത്ത് 15 ഗ്രാം സ്വർണം വാങ്ങിയാൽ അത് റിബൽ ഫളിലാണ്. അത് തെറ്റല്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. റിബൽ നസിയ എന്ന് പറഞ്ഞാൽ 10 ഗ്രാം സ്വർണം കൊടുത്ത് 10 ഗ്രാം തന്നെ തിരിച്ചു വാങ്ങുക, പക്ഷെ അയാളോട് പറയാം ഇന്നലെ 4 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുക. ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യാതെ പിന്നീട് കൈമാറ്റം ചെയ്യാം എന്ന് പറയുന്നതിനാണ് റിബൽ നസിയ എന്ന് പറയുക. ഇസ്ലാമിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 റിബയും അത് നിരോധിച്ചതാണ്. എന്നാൽ ഒരാൾ വാദിക്കുകയാണ് റിബൽ ഫള് ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു, റിബൽ നസിയ മാത്രമാണ് നിരോധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ അഭിപ്രായ വ്യത്യാസം യോജിക്കാൻ കഴിയില്ല. അതിന് പ്രമാണങ്ങൾ യാതൊരു രേഖയുമില്ല എന്ന് പറയാൻ കഴിയണം. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളെ ഈ 3 വീക്ഷണ കോണുകളിലൂടെയാണ് കാണേണ്ടത്. അടിസ്ഥാനപരമായ ഖുർആനും സുന്നത്തും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് ആണ് എന്തെങ്കിലുമോ മാത്സര്യത്തിന്റെയോ പേര് വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും തീർത്തും എതിരായ അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇഖ്തിലാഫിനെ അതിൻ്റെതായ വീക്ഷണ കോണുകളിലൂടെ മനസ്സിലാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.